സൂര്യയുടെ കറുപ്പ് സിനിമ ഇപ്പൊ വലിയൊരു സക്സസ് ആയി മാറി. സൂര്യക്ക് ഒരു ബിഗ് കംബാക്ക് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും അവസാനം എസ്പെഷ്യലി ഇതിന്റെ മിഡ് ക്രെഡിറ്റ് സീനിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരുപാട് പേർക്ക് സ്റ്റിൽ കൺഫ്യൂഷൻ ഉണ്ട്. സൂര്യയുടെ പഴയ സിനിമയെ NGKയും RJ ബാലയുടെ പഴയ സിനിമയെ LKGയും കൂടി ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി RJ ബാലയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ എന്ന ഡൗട്ട്, അതേപോലെ കറുപ്പ് വേഴ്സസ് വെള്ള എന്നൊക്കെ പറഞ്ഞ് എൻഡിങ്ങിൽ ഇവര് സെക്കൻഡ് പാർട്ട് വരുമെന്ന് കാണിക്കുന്നു. അത് ശരിക്കും വരുമോ അതോ ചുമ്മാ ഇട്ടതാണോ? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനുകൾ. അതേപോലെ ഈ ഗോഡിന്റെ ആ ഒരു ലോജിക്ക് എന്താണ്, പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ കറുപ്പുസ്വാമി ചെയ്യാതിരുന്നത്, അതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ഷോ ഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ആദ്യം തന്നെ ആരാണ് ഈ കറുപ്പുസ്വാമി? തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളിലും പ്രധാനമായി ആരാധിക്കപ്പെടുന്ന ശക്തനായ നാടോടി ദൈവമാണ് കറുപ്പുസ്വാമി എന്ന കറുപ്പയ്യൻ. ഗ്രാമങ്ങളിലെ ജനങ്ങളുടെയും സത്യത്തിന്റെയും നീതിയുടെയും സംരക്ഷകനായ ഒരു കാവൽ ദൈവമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മറ്റ് ശാന്തസ്വരൂപരായ ക്ഷേത്ര ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കറുപ്പുസ്വാമി ഉഗ്രമൂർത്തിയും നേർക്കുനേർ പ്രവർത്തിക്കുന്നവരും സാധാരണ ജനങ്ങളോട് വൈകാരികമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒരാളുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണക്കാരുടെ ദൈവമെന്നാണ് അതുകൊണ്ട് തന്നെ കറുപ്പുസ്വാമി അറിയപ്പെടുന്നത്. ജനങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന തിന്മയിൽ നിന്നുള്ള സംരക്ഷണം, കള്ളങ്ങൾക്കും വഞ്ചനയ്ക്കുമെതിരുള്ള നീതി, യാത്രകളുടെ സുരക്ഷിതത്വം, കുടുംബം അല്ലെങ്കിൽ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നത്, വിളകളുടെ വളർത്തുന്ന സംരക്ഷണത്തിന്, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് കൂടുതലും എത്തുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്ന ഒരു കറുപ്പുസ്വാമി പെട്ടെന്ന് തന്നെ ശിക്ഷിക്കുമെന്നാണ് ഭൂരിഭാഗം ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗ്രാമീണർ താങ്കൾ സത്യമാണ് പറയുന്നത് തെളിയിക്കാൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് സത്യം ചെയ്യുന്നത് ഒരു ആചാരമാണ്. സിനിമയിലൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഓരോ കറുപ്പുസ്വാമിക്കും അവരുടേതായ ടെറിട്ടറി ഉണ്ടെന്ന്. ഇവരിതിനെ എല്ലാ എന്നാണ് പറയുന്നത്. ഒരു കണക്കിന് ഇത് പണ്ടത്തെ ഒരു ഗ്രാമം സെറ്റപ്പാന്ന് പറയാം. അതായത് പണ്ടൊക്കെ ഒരു ഗ്രാമദേവനൊക്കെ ആയിട്ടായിരുന്നു കറുപ്പുസ്വാമിയെ കണ്ടുകൊണ്ടിരുന്നത്. സോ ഓരോ ഗ്രാമത്തിനും ഓരോ ദേവനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് സൂര്യയുടെ ആ ഒരു കറുപ്പുസ്വാമിയെ കാണുന്നത്. ആ ഒരു ഏരിയ, ഒരു കോട്ട് നിൽക്കുന്ന അടക്കമുള്ള ഒരു ഏരിയ, അവിടെ ഒരു ഡോം ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. സോ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒറിജിനൽ കറുപ്പുസ്വാമിയുടെ അണ്ടറിൽ വരുന്ന ഏരിയ ആണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ബേബി കണ്ണൻ എന്ന RJ ബാല ചെയ്ത വില്ലൻ ക്യാരക്ടർ തങ്ങളുടെ കോടതി എടുത്ത് ഇതിന് പുറത്തു വെക്കുന്നു. കാരണം ഈ ഒരു കറുപ്പുസ്വാമിക്ക് അവിടെ പവറില്ല. അപ്പോൾ അതേ വരുന്നു അടുത്ത കറുപ്പുസ്വാമി, പഴയതിനേക്കാളും കുറച്ചുകൂടെ ടെററായ കാവൽ കറുപ്പ്. കാവൽക്കാരനായതുകൊണ്ട് തന്നെ പോലീസുകാരന്റെ വേഷത്തിലാണ് വരുന്നത്. ആൻഡ് ഈ പോലീസുകാരനായി എത്തിയിരിക്കുന്ന വേഷം ദുരൈസിംഗമാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂടി അവസാനമായിട്ട് ബേബി കണ്ണനെ എല്ലാം തിരുത്തി നല്ലൊരു മനുഷ്യനാകാൻ ഒരു റിഡംഷൻ കിട്ടാനുള്ള ചാൻസ് കൊടുക്കാമെന്ന് കാവൽക്കറുപ്പ് കരുതുന്നുണ്ടെങ്കിലും ബേബി കണ്ണൻ അതിന് യാതൊരു ഐഡിയയും ഇല്ല. വാളെടുത്ത് തൃഷയുടെ കഴുത്തിലോട്ട് വെക്കുന്നതോടുകൂടി ആ പോസിബിലിറ്റി അടയുന്നു. അങ്ങനെയാണ് ഏറ്റവും അവസാനം ഒരു ഭീകര താണ്ഡവത്തോടു കൂടി ബേബി കണ്ണനെ ഈ കറുപ്പ് കൊല്ലുന്നത്. പക്ഷേ ബേബി കണ്ണൻ പറയുന്നൊരു ഡയലോഗാണ്, 1000 കോർട്ടുകൾ ഇതുപോലുണ്ട്, അവിടെ 1000 ബേബി കണ്ണന്മാർ ഉണ്ടാകുമെന്ന്. പക്ഷേ ആ 1000 ബേബി കണ്ണന്മാർക്കെതിരെ ഇതുപോലെ 1000 കറുപ്പ് ദൈവങ്ങൾ ഉണ്ടാകുമെന്നും പറയാതെ പറയുകയാണ്. അതായത് എവിടെയൊക്കെ തിന്മയുണ്ടോ അതിനെ എതിർക്കാൻ വേണ്ടി നന്മയുണ്ടാകും എന്നൊരു മെസ്സേജാണ് സിനിമ അൾട്ടിമേറ്റ്ലി പറയുന്നത്. ആ ഒരു നന്മയാണ് ദൈവം എന്ന രീതിയിൽ നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ ഒരു ലിറ്ററൽ ദൈവം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ട് ഏറ്റവും അവസാനം വേറൊരു വഴിയുമില്ല എന്ന് കാണുന്നതോടുകൂടിയാണ് തിന്മയെ മുഴുവനായി ഉന്മൂലനം ചെയ്യുന്നത്, അതായത് ബേബി കണ്ണനെ കൊല്ലുന്നത്. ഇനി സിനിമയുടെ പ്രോപ്പർ എൻഡിങ്ങിലേക്ക് വരാം. തൃഷ സിനിമയിലുടനീളം കാണിക്കുന്ന ആ ഒരു ഹോട്ടലിലിരുന്ന് ബിരിയാണി കഴിക്കുകയാണ്. പെട്ടെന്ന് ആ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഇന്ദ്രൻസിന്റെ മരിച്ചുപോയ മകളായ അനഘമായരയുടെ ക്യാരക്ടറായ ബിനുവിനെയാണ്. സോ നമുക്കറിയാം സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ക്യാരക്ടർ മരിച്ചു, ഒരു വലിയ ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. പക്ഷേ ഈ ക്യാരക്ടർ ഇപ്പോൾ വീണ്ടും ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കരുതുക ഇത് തൃഷയുടെ തോന്നലായിരിക്കുന്നതാണ്. പക്ഷേ ഇത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കാൻ ഇവരുടെ പുറകിൽ നിൽക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരൻ്റെ ഷർട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോഡ് തിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ സൂര്യയുടെ കറുപ്പുസ്വാമി ബേബി കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കറുപ്പുസ്വാമിയാണ് മരിച്ചുപോയി ബിനുവിനെ വീണ്ടും റെസറക്ട് ചെയ്തതും ബിനുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ നിന്ന് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം നടത്തിക്കൊടുത്തു. ഇവിടെ എല്ലാവർക്കും വരാവുന്ന ന്യായമായ സംശയമാണ്, ഈ കുട്ടിയെ കറുപ്പുസ്വാമിക്ക് ജീവനോടെ മരണത്തെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല? അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ പല കാര്യങ്ങൾ എന്തുകൊണ്ട് നടത്താൻ സമ്മതിച്ചു? ബേബി കണ്ണനെ ആദ്യമേ അങ്ങ് കൊന്നാൽ പോരെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നാണ്. അതിന് കാരണം ബേബി കണ്ണന് വീണ്ടും റിഡംഷൻ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾ ജുഡീഷ്യറി സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഒരാളൊരു തെറ്റ് ചെയ്തു, അയാളെ ജയിലിലിടും, ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ അയാൾക്ക് പിഴ അടിക്കും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് അയാൾ മാറി ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടും ഇയാൾ മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് വധശിക്ഷ എന്ന രീതിയിലോട്ട് പോകുന്നു എന്നൊരു ആശയമാണ് ഏറ്റവും അവസാനം കറുപ്പുസ്വാമി വന്നിട്ട് ബേബി കണ്ണനെ കൊല്ലുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനുവേണ്ടിയാണ് പല കാര്യങ്ങളും ഹോൾഡ് ബാക്ക് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്കറിയാം ബേബി കണ്ണന് സത്യം കൊടുക്കുന്നുണ്ട്, മനുഷ്യനായിട്ട് തന്നെ നിൽക്കൂ, പവേഴ്സ് യൂസ് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ബിനുവിൻ്റെ ജീവൻ പോകുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാതെ ഫുൾ ഗോഡ് മോഡിലാണ് പോകുന്നത്. എങ്കിൽ പോലും സിനിമയുടെ പ്ലോട്ടിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്നാലും ഈ പറഞ്ഞ ബേബി കണ്ണന് റിഡംഷൻ കൊടുക്കുന്നു എന്ന ആശയമുള്ളത് കൊണ്ട് തന്നെ അതിൽ പലതും ജസ്റ്റിഫൈബിൾ ആണ്. ഇനി പറയാനുള്ളത് മിഡ് ക്രെഡിറ്റ് സീനിനെ കുറിച്ചിട്ടാണ്. ഇതുവരെ സിനിമ, അതായത് ഒരു പ്രോപ്പർ എൻഡിങ് വരെയുള്ള സിനിമ സെറ്റാണ്. പക്ഷേ മിഡ് ക്രെഡിറ്റ് സീനിലോട്ട് വരുമ്പോഴാണ് സിനിമ കുറച്ച് കൺഫ്യൂസിങ് ആവുന്നത്.
അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സെയിം ലോകത്ത് തന്നെ നടക്കുന്ന ഒരു കണ്ടിന്യൂവേഷനാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു ജഡ്ജിയുടെ പല കറപ്റ്റഡ് കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലെ കോടതികളിലെ ജഡ്ജികൾ കറപ്റ്റഡ് ആണെന്ന് കണ്ടെത്തുകയും ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നു. സോ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് നിയമസഭയിൽ ഈ ഒരു പ്രശ്നം വരികയും ഇതിൻ്റെ കാര്യങ്ങൾ പ്രതിപക്ഷവും അതേപോലെ ഭരണപക്ഷവും കൂടെ സംസാരിക്കുന്നു. അങ്ങനത്തെ ഒരു കോൺവെർസേഷന് പോകുമ്പോഴാണ് തമിഴ്നാട് CM ആരാണെന്ന് കാണിക്കുന്നത്. അത് RJ ബാലാജിയുടെ തന്നെ LKG എന്ന സിനിമയിലെ ക്യാരക്ടറാണ്. LKG 2019 റിലീസായ ഒരു സിനിമയാണ്. ഈ സിനിമയിൽ RJ ബാലാജിയാണ് നായകൻ. ലാൽഗുഡി കറുപ്പയ്യ ഗാന്ധി, അതാണ് LKG എന്ന ആ ഒരു ഷോർട്ട് ഫോമിന്റെ ഫുൾ ഫോം. ഈ ഒരു സെയിം ക്യാരക്ടറിന്റെ ഫുൾ ഫോം അടക്കം പറഞ്ഞാണ് സിനിമയിൽ കാണിക്കുന്നത്. സോ ഈ ഒരു സിനിമയിൽ തമിഴ്നാട് CM ഈ ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ തമിഴ്നാട് CM ആയിട്ട് മാറുന്ന ഒരു കറപ്റ്റ് പൊളിറ്റീഷ്യൻ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ച ഒരു ഡാർക്ക് സറ്റയർ പടം തന്നെയായിരുന്നു LKG. എന്നാൽ ഇയാൾക്കെതിരെ നിൽക്കുന്ന മറ്റൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഇയാൾ CM ഒന്നുമല്ല, അത് സൂര്യയുടെ തന്നെ മറ്റൊരു ക്യാരക്ടറായ നന്ദഗോപാലകുമരൻ അഥവാ NGK ആണ്. ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഹെയ്റ്റും അതേപോലെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കിട്ടിയൊരു പടമാണെങ്കിലും എനിക്ക് പിൽക്കാലത്ത് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അന്നേ സൂര്യ ഫാൻസ് പറയുന്ന ഒരു കാര്യമാണ് ഇത് ഭാവിയിൽ വാഴ്ത്തപ്പെടാൻ പോകുന്ന പടമാണെന്ന്. പക്ഷേ എനിക്കന്ന് നെഗറ്റീവ് റിവ്യൂസ് കാരണം കാണാൻ തോന്നിയില്ല. കുറേ കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു സിനിമയിലും കറപ്റ്റഡ് ആയ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിലാണ് കാണിക്കുന്നതെങ്കിലും അത് ഡയറക്റ്റ്ലി കാണിക്കുന്നില്ല. അതായത് നന്ദഗോപാലകുമരൻ നമ്മൾ ഓഡിയൻസിനെ കാണിക്കുന്നത് പോലും ഒരു നല്ല ആളായിട്ടാണ്, പക്ഷേ അതിൻ്റെ അണ്ടർനീത്ത് ഇയാളൊരു മോശം ആളാണെന്നും നമ്മൾ ഓഡിയൻസിനെ അടക്കം അവിടുത്തെ ജനങ്ങളെ പോലെ നമ്മളെ അടക്കം പറ്റിച്ചു എന്നാണെന്നൊക്കെയുള്ള തിയറീസും അത് കണക്ട് ചെയ്യുന്ന വാലിഡ് പോയിന്റ്സും എല്ലാം ഉണ്ട്. ഈവൻ ഏറ്റവും അവസാന സിനിമയിൽ ഇമോഷണൽ പോയിന്റായി സ്വന്തം അച്ഛനും അമ്മയും മരിക്കുന്നതിന് പോലും NGK തന്നെയാണ് കാരണക്കാരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന LKG നമ്മൾ ആ ഒരു സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കറപ്റ്റഡ് പൊളിറ്റീഷ്യൻ ആണ് എന്ന രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. എങ്കിൽ NGK ഒരു നല്ല ആളാണെന്ന രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ സൂക്ഷിച്ചും കണ്ട് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ നല്ല ആളല്ല, മോശം ആളാണെന്നുള്ളത്. ഇവർ തമ്മിലുള്ളൊരു പോരാട്ടം എന്ന രീതിയിലാണ് സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യുന്നത്, കറുപ്പ് വേഴ്സസ് വെള്ളൈ. പക്ഷേ ഇവിടെയും ഈ പറഞ്ഞ കറുപ്പ് സ്വാമിയുടെ അതേ ഫീച്ചേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. സോ ഒരു തരത്തിൽ ഇത് കറുപ്പ് സ്വാമിയുടെ മറ്റൊരു വേരിയേഷനാണെന്ന് പറയാം. ഒരു പുതിയ എല്ലയിൽ, ആ നിയമസഭ നിൽക്കുന്ന എല്ലയിലെ കറുപ്പ് സ്വാമിയാണ് ഇയാളെന്നും പറയാം. നന്ദഗോപാലകുമരൻ പറയാൻ കാരണം ആ ഒരു ലുക്കും അതേപോലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സിമിലാരിറ്റിയുമാണ്. ഒരിക്കലും NGK എന്ന പേര് അവരൊരിടത്തും കൊണ്ടുവന്നിട്ടില്ല. ദുരൈ സിംഗ് നമുക്കറിയാം നമ്പർ പ്ലേറ്റ് കാണിക്കുന്നുണ്ട്, സിംഗത്തിൻ്റെ മ്യൂസിക് ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പേരോ ഒന്നും കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ നമുക്ക് ആ ലുക്കും അതേപോലെ ആ ഒരു പ്ലോട്ടും എല്ലാം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇത് NGK തന്നെയാണെന്ന് പറയാം. NGK ആ സിനിമയിൽ CM ആയിട്ട് മാറുന്നുണ്ട് LKG പോലെ തന്നെ, പക്ഷേ ഇവിടെ CM ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ന്യായമായ സംശയമാണ്, കറുപ്പ് സ്വാമി ഇപ്പോൾ പല രൂപത്തിലുണ്ടാവും. ഒന്ന് സിംഗമായിട്ട് വന്നു, അതേപോലെ ഇപ്പോൾ NGK ആയിട്ട് വരാൻ പറ്റും. സൂര്യയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സൂര്യ ഇങ്ങനെ പല വെറൈറ്റി ലുക്കിലുള്ള വെർസറ്റൈൽ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കറുപ്പ് സ്വാമികളെ കാണിക്കാനുള്ള പൊട്ടൻഷ്യൽ സിനിമയിലുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വരുവാണെങ്കിൽ അതിലും കാണിക്കാം. എന്തായാലും അതിലോട്ട് പോയി ഓവറാക്കാതെ ദുരൈ സിംഗത്തിലൊക്കെ മാത്രം ഒതുക്കിയത് എന്തായാലും നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ക്യാരക്ടർ ഇപ്പോൾ NGK ആവാം, അല്ലാതിരിക്കാം. നമ്മൾ കണ്ടത് വെച്ചിട്ടാണ് NGK എന്ന് പറയുന്നത്. പക്ഷേ ആണെങ്കിൽ തന്നെ ഇത് കറുപ്പ് സ്വാമിയുടെ മറ്റൊരു വേരിയേഷനാണ്, മറ്റൊരു കറുപ്പ് സ്വാമിയാണ്, ആ ഒരു എല്ലയിൽ നിൽക്കുന്ന കറുപ്പ് സ്വാമി, അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ഈ LKG എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്? കാരണം ഓൾറെഡി നമ്മൾ ബേബി കണ്ണനെ കണ്ടു. ഇത് അതേ രൂപമുള്ള മറ്റൊരാളെന്ന് പറയുമ്പോൾ ഒരുപാട് ബേബി കണ്ണൻ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു ലിറ്ററൽ ഫോം പോലെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം സിനിമയുടെ ലോജിക് എന്നതിനേക്കാളും ഇത് കണക്ട് ചെയ്തൊരു സെക്കൻഡ് പാർട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഫാൻ സർവീസ് കൊണ്ടുവരിക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് LKGയും NGKയും തമ്മിൽ നേരിടുന്നത് പോലെയുള്ള ആ ഒരു ഫൈനൽ ക്രെഡിറ്റ് സീൻ ഇവർ കൊണ്ടുവന്നത്. സോ ഇവിടെ നമ്മളധികം ലോജിക്ക് ചെയ്യാതെ സെക്കൻഡ് പാർട്ടിൽ ഇവരെന്താകും ചെയ്യാൻ പോകുന്നത് എന്നതിലേക്കുള്ളൊരു ഗ്ലിംസ് കണ്ടു എന്ന് തന്നെ വിചാരിക്കാം. ഇപ്പോൾ വാഴ 2 വന്നല്ലോ. വാഴ 2 വന്നപ്പോൾ വാഴ 1ഉമായിട്ട് ഡയറക്റ്റ് കണക്ഷൻസ് ഇല്ല. അതിലെ ക്യാരക്ടേഴ്സ് കെമിയോ വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വാഴ 1ഉം വാഴ 2ഉം രണ്ട് ലോകത്ത് നടക്കുന്ന കഥ പോലാണ്. എന്നാൽ ക്യാരക്ടേഴ്സും കഥകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് പോലെ ആയതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് അടുപ്പിച്ച് തന്നെ കാണാനും പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ കറുപ്പ് നടക്കുന്ന ആ ഒരു ലോജിക്കോ അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സും ഒക്കെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വന്നേക്കാം. പക്ഷേ ഇത് രണ്ടും ഒരു വലിയ കണക്ഷൻ ഇല്ലാത്ത, അതായത് സ്റ്റോറി കണ്ടിന്യൂറ്റി ഇല്ലാത്ത, ലോജിക്കൊക്കെ അധികം ചകഞ്ഞ് നോക്കാൻ പറ്റാത്ത പടങ്ങളായിരിക്കും. ഈ വാഴ 1 and 2 തന്നെ ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. പേഴ്സണലി ഇങ്ങനെ കറുപ്പ് വേഴ്സസ് വെള്ള എന്നൊരു സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. LKGയും NGKയും രണ്ടുപേരും കറപ്റ്റഡ് ആണ്. NGK പുറമേ നോക്കുമ്പോൾ കറപ്റ്റഡ് അല്ല, പക്ഷേ ഈ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട് കെട്ടവനാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും സിനിമയുടെ ഹോൾ ലോജിക്കും അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ഹോൾ പോയിന്റും തകർത്തൊരു ക്രെഡിറ്റ് സീൻ എന്ന് പറയാം. ഇതിപ്പോൾ മൂന്നാമതാണ് ഞാൻ ഇങ്ങനൊരു പടം കാണുന്നത്. ആദ്യത്തത് ഗോട്ടായിരുന്നു, വിജയുടെ ഗോട്ട്, പിന്നെ ബബ്ബബ്ബ, ഇപ്പോൾ ഇതിൽ എല്ലാത്തിലും പ്രോപ്പറായിട്ട് സിനിമയ്ക്ക് ഒരു എൻഡിങ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് ക്രെഡിറ്റ് സീൻ സെറ്റപ്പ് ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിന് മുമ്പ് വരെയുള്ള സിനിമയിലെ പല കാര്യങ്ങളുമായിട്ടും അലൈൻ ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ലോജിക്ക് ഇവരങ്ങ് മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യുന്നു എന്ന രീതിയിലാണ്. അതിനാണ് കറുപ്പ് എനിക്ക് ഫീൽ ചെയ്തതെങ്കിലും കറുപ്പിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി എന്ന് പറയാം.
അപ്പോൾ ഗോട്ടും ബബ്ബയും എടുത്ത് ഒരു സീക്വൽ ആക്കാം എന്ന രീതിയിൽ തന്നെ ചെയ്തതാണ്. കറുപ്പും അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ സ്റ്റിൽ ഈ ഒരു പഴയ 2 ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അത് കണക്റ്റ് ആക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് നല്ലപോലായി. ബബ്ബയൊക്കെ ശരിക്കും എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് അനാവശ്യമായിട്ടുള്ളൊരു എൻഡിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നല്ല എൻഡിങ് അതിലുണ്ടായിരുന്നു, പക്ഷേ ഒരു എക്സ്ട്രാ സീൻ ഇട്ട് സീക്വൽ എന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തു. ഇവിടോട്ട് വരുമ്പോൾ അങ്ങനെ ഒരുപാട് തോന്നുന്നില്ലെങ്കിൽ പോലും സ്റ്റിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ പെടുത്താവുന്ന ഒന്ന് തന്നെയാണ് കറുപ്പിൻ്റെ എൻഡിങ്. എന്തായാലും ഇത്രയും വർഷങ്ങൾക്കിപ്പുറം സൂര്യയ്ക്കൊരു വലിയ സക്സസ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ സൂര്യയ്ക്ക് ഹിറ്റില്ല എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറി. അതിലൊരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി വിജയ് ഇപ്പോൾ ആ ഒരു തമിഴ്നാട് സിനിമയിൽ നിന്ന് ഇറങ്ങി തമിഴ്നാട് രാഷ്ട്രീയത്തിലോട്ട് പോയ സമയത്ത് ഇപ്പം കോളിവുഡിൽ മെയിനായിട്ട് നിൽക്കാൻ ഒരു വിടവുണ്ടായിരുന്നു. അത് സൂര്യ വന്ന് നികത്തി എന്ന് തന്നെ പറയാം. സോ ഫ്യൂച്ചറിലും ഇനി വരാനിരിക്കുന്ന 2 സിനിമകളും അത്യാവശ്യം പ്രോമിസിംഗ് ആണ്. ഇപ്പോൾ വെങ്കിയട്ലൂരി പടം ട്രെയിലറൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ലക്കി ഭാസ്കറും ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. ട്രെയിലറിൽ അത്ര വലിയ സംഭവമില്ല, പക്ഷേ പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു ബിഗർ എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതുപോലെ എന്തെങ്കിലും ഒരു മാജിക് അതിലുണ്ടാകാമെന്നും നമ്മൾ ട്രെയിലറിൽ കണ്ടത് ഒരു സപ്ലോട്ട് മാത്രമാകുമെന്നാണ് ഞാൻ നിലവിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സത്യമായ മതിയായിരുന്നു. പിന്നെ വരുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ജിത്തു മാധവൻ പടമാണ്. അതിൽ പോലീസായിട്ടാണ്. അതിലെ ലുക്കാണ് ഏറ്റവും അവസാനമായി NGKയിൽ വന്നതെന്ന് കേട്ടിരുന്നു, ആ ഒരു ക്രെഡിറ്റ് സീനിൽ കറുപ്പിൽ. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഗലാട്ട എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് കൺഫേം ഒന്നുമല്ല. സ്റ്റിൽ സൂര്യ 47 എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നസ്രിയൊക്കെ ഉണ്ട്, നസ്ലനുണ്ട്. അങ്ങനെ ഒരു കിടിലൻ കാസ്റ്റ്. അത് കുറച്ചുകൂടി ഒരു മലയാളി, കറുപ്പ് തന്നെ ഒരു മലയാളികളുടെ പടം പോലാണല്ലോ. സിനിമയുടെ തുടക്കം കാണുമ്പോൾ മലയാളം പടം കാണുന്ന പോലെയാണ്. ഒരു ഇന്ദ്രൻസും ഇവളും കൂടി ഇരുന്ന് മലയാളം മാത്രമാണ് പറയുന്നത്, ഒരു മലയാളം പടം കാണുന്ന ഫീലായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് മലയാളം ഡയറക്ടറെ തന്നെ കൊണ്ടുവന്നൊരു പടം ഇപ്പോൾ 47 വരാൻ പോവുകയാണ്. സോ സൂര്യയുടെ ലൈനപ്പ് ഇപ്പോൾ പ്രോമിസിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നഹാസിൻ്റെ കൂടെ പടം വരുമെന്ന് കേട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോഴെങ്കിലും റോളക്സ് മൂവി, സോളോ മൂവി ലോകേഷിൻ്റെ കൂടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 2 പേർ കൂടെ ഒരുമിച്ച് കൊളാബ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സൂര്യ തമിഴ്നാട്ടിലൊരു വലിയ സക്സസ് ആയിട്ട് ഫ്യൂച്ചറിൽ മാറുമെന്നും ഇത്രയും കാലത്തെ ക്ഷീണം തീർക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് കറുപ്പിന് ശേഷം എനിക്ക് തോന്നുന്നത്. കറുപ്പ് തിയേറ്ററിൽ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ആളാണ് ഞാൻ. നല്ലതെന്ന് പറയുമ്പോൾ ഭീകര എക്സ്പീരിയൻസ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം സൂര്യക്ക് ഒത്തിരി കാലം കൂടി ഇങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് അതിൻ്റെ റെട്രോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. പക്ഷേ ദിസ് ഈസ് സംതിങ് മോർ കൊമേഴ്ഷ്യൽ. റെട്രോയെക്കാളും കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ അപ്പീലുള്ളതും ഓഡിയൻസിന് കണക്റ്റ് ആവുന്നതെല്ലാം കറുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കറുപ്പ് ഇപ്പോൾ ഇത്രയും കളക്ഷൻ നേടി പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഡ് ഫ്രെയിംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തിയേറ്ററിൽ റെക്കമെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. OTT കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടത്തില്ല. എന്തായാലും ഒരു മോശം സിനിമയല്ല, എന്നാലൊരു ഭീകര കിടിലൻ സിനിമയുമല്ല. രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു എബോവ് ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് കറുപ്പ് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസീസ് പലപ്പോഴായിട്ട് തോന്നും. പക്ഷേ സിനിമയുടെ ഹോൾ പോയിന്റ് തന്നെ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യരുടെ കൂടെ നിൽക്കുന്നു, മനുഷ്യരെ സഹായിക്കുന്നു ഒക്കെയാണ്. അതിൽ തന്നെ ദൈവം പല പവേഴ്സ് യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. സോ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സിനിമയുടെ ലോജിക്കൽ ചെയ്യാൻ ഈ പടമായിക്കോട്ടെ, ഗുഡ് ബാഡ് അഗ്ലി ആയിക്കോട്ടെ, ബബ്ബൈ ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ ലോജിക്ക് അധികം ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസിൽ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ അത്രയുമാണ് കറുപ്പിൻ്റെ എൻഡിങ് ആൻഡ് ക്രെഡിറ്റ് സീനെ കുറിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ. എന്തെങ്കിലും തെറ്റുകളോ സംശയങ്ങളോ നിങ്ങളുടേതായ തിയറികളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. പിന്നെ പറയാനുള്ള ഒരു മെയിൻ കാര്യം, നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് കുറച്ച് ചേഞ്ചസോടെ ആയിരിക്കും വരാൻ പോകുക. നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചാനലിൻ്റെ പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ചാനലിലെ പേര് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കണ്ടന്റും കുറച്ച് കാര്യങ്ങളും, നമ്മൾ ഇന്ത്യൻ സിനിമ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകാനല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന പഴയ സാധനങ്ങളൊക്കെ തന്നെ, പക്ഷേ കുറച്ച് പുതുമയായി പുതിയ കുറച്ച് വീഡിയോ സീരീസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മളിനി വരാൻ പോകുന്നത്. സോ അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ മന്ത്ര ടാക്കീസ് എന്ന പേരിലാണ് പേജ് കിടക്കുന്നത്. സോ ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് റിനോദ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടോക്കീസ്.